പറയാം. നിങ്ങൾ ഇക്ക അയച്ചത് തന്നെയാണോ? ഇക്ക തന്നെയാണോ എന്നെ അയച്ചതെന്ന ചോദ്യത്തിന് അല്ല എന്നാണ് ഉത്തരം. എന്നെ അയച്ചത് വേറെയാളാ. വണ്ടിക്ക് എന്തോ തകരാറ്, നോക്കട്ടെ. മമ്മി, അയാൾ അയച്ചത് വേറെ ആളെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഡാഡി എവിടെ? എന്റെ റബ്ബേ, സത്യം പറയാ, എന്റെ ഇക്ക എവിടെ? പറയില്ല, കാണിക്കാം. എക്സ്ക്യൂസ് മീ, ഒന്ന് ഫോൺ ചെയ്തോട്ടെ? ചെയ്തോളൂ. മുംതാസ്, കിട്ടുന്നില്ല, എനിക്ക് പേടിയാവുന്നു. എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. ഏയ്, ഒന്നും ഉണ്ടാവില്ല, കരയാതിരിക്കേ. ഡോക്ടറിന്റെ കുഞ്ഞ് ഒന്നും വരില്ല, സമാധാനപ്പെടൂ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ.
എന്റെ ജാസ്മിൻ മോള്. എന്റെ മോള് ഏതോ ഒരാളുടെ കയ്യില. ശരിക്കും ഒരു ചെറുത്തം തന്നെയാ. ഓരോന്നോർക്കുമ്പോ പേടിയാവാ ഡോക്ടർ. ഡോക്ടർ അരുന്ധതിയുടെ കസിന, ഇവിടുത്തെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. കരയാതിരിക്കും മുംതാസ്. ഹലോ, ഡോക്ടർ അരുന്ധതി അല്ലേ? അങ്ങോട്ട് നടടി. വരാനല്ലേ പറഞ്ഞത്? പോയി കിടക്കണേ അവിടെ. ശബ്ദമുണ്ടാക്കി പോകരുത്. എനിക്ക് മമ്മിയെ കാണണം. എന്റെ മാമയുടെ അടുത്ത് പോണം. കിടക്കടി അടങ്ങി കിടന്നോണം. രക്ഷപ്പെടാൻ നോക്കിയ കൊന്നുകളയും. ഇതാ നാലാമത്തെ ആൾ. നിന്റെ കാലകേൻ അമ്മാവന് ലോകം വെട്ടിപ്പിടിക്കാനുള്ള മുതല്. റംസാൻ പറയ്ക്കൊപ്പം ഭൂമിയിലേക്ക് വന്ന 4 ശുദ്ധജന്മങ്ങൾ. ഈ കാലകേയന് സൗഭാഗ്യപ്പെട്ടി തുറക്കാനുള്ള 4 താക്കോലുകൾ. അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക്. ഈ ബ്രഹ്മാണ്ടം ഇങ്ങനെ കൈവെള്ളയിലിട്ട് കറക്കാം. ഇതിനെ കാൽ കീഴിലാക്കി ചവിട്ടി കയറിപ്പോകാം. മഹാശൂന്യതയിലേക്ക് വലിച്ചെറിഞ്ഞ് മറ്റൊരു പ്രപഞ്ചം സൃഷ്ടിക്കാം. എന്നിട്ട് ലോകം എന്ന ഏക ഛത്രാധിപതിയായി സർവസുഖങ്ങളോടെ ജീവിക്കാം. എങ്ങനെ അമ്മാവാ? അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക്. അലാവുദ്ദീന്റെ അത്ഭുത വിളക്കോ? ആരാ ഈ അലാവുദ്ദീൻ? കടൽ കടന്ന് ചെന്നാലെത്തുന്ന മണൽ നഗരത്തിൽ എത്രയോ കാലം മുമ്പ് ജീവിച്ചിരുന്ന ഒരു താൻ തോന്നി. കാലച്ചെറുപ്പത്തിലെ ബാപ്പ നഷ്ടപ്പെട്ടു. ദരിദ്രയായ നെയ്ത്തുകാരിയുടെ ഒറ്റ മകൻ. അലസനായി വളർന്ന അലാവുദ്ദീൻ അറബി നാട്ടിലെ കൊട്ടാരത്തേക്കാൾ വലിയ മാളികയുടെ ഉടമസ്ഥനായി. പേർഷ്യയിലെ മുന്തിയ വസ്ത്രങ്ങൾ ധരിച്ചു. പൊൻതളികയിലുണ്ടു. ഒരു രാജകുമാരിയെ പരിണയിച്ചു. അതെങ്ങനെ അമ്മാവാ? അത്ഭുത വിളക്കിന്റെ മഹിമ. മഹാഭാഗ്യമായി വന്നു ചേർന്നതാണ് അലാവുദ്ദീന്റെ കയ്യിലാ വിളക്ക്. വിളക്കിന്റെ നാഥനായി ഒരു ഭൂതം. വിളക്ക് കൈവശം വയ്ക്കുന്നവന് ഭൂതം ഒരടിമ. ആവശ്യപ്പെടുന്നത് എന്തും അരക്ഷണം കൊണ്ട് നിറവേറ്റി കൊടുക്കാൻ കഴിവുണ്ട് ഈ ഭൂതത്തിന്. ഭൂതത്തിനോട് ആജ്ഞാപിച്ച് ആഗ്രഹിച്ചതൊക്കെയും അലാവുദ്ദീൻ നേടി. അതിസുന്ദരിയായ രാജകുമാരിയെ പോലും. വർഷങ്ങൾക്ക് ശേഷം അലാവുദ്ദീനും പത്നിയും അവർ ആഗ്രഹിച്ചതുപോലെ ഒരേ ദിവസം ഒരുമിച്ച് മരിച്ചു. അപ്പൊ ഭൂതോ? യജമാനൻ നഷ്ടപ്പെട്ട ഭൂതം അവരുടെ കബറിടത്തിനരികിൽ നിന്നും നിറകണ്ണോടെ യാത്രയായി. എങ്ങോട്ട്? സമുദ്രത്തിലേക്ക്. സമുദ്രമധ്യത്തിൽ ഒരു കൊട്ടാരം സൃഷ്ടിച്ച് ഭൂതം ഇപ്പോഴും കാത്തു നിൽക്കുന്നു അടുത്ത യജമാനന്റെ വരവിനായി. ആരാണ് ഭൂതത്തിന്റെ അടുത്ത യജമാനൻ? അലാവുദ്ദീന്റെ വംശപരമ്പരയിൽപ്പെട്ട ആരോ ഒരാൾ ഈ നാട്ടിൽ എവിടെയോ ജീവിക്കുന്നു. ലൈല രാജകുമാരിയുടെ വംശത്തിലെ ഒരു പെണ്ണും.
രണ്ടുപേരും ഒരുമിച്ച് സമുദ്രമധ്യത്തിലെ കൊട്ടാരത്തിൽ ചെന്ന് വിളക്കെടുത്താൽ പിന്നെ ഭൂതം അവരുടെ അടിമ. അവർക്കല്ലാതെ മറ്റാർക്കും ആ വിളക്കെടുക്കാൻ കഴിയുകയുമില്ല. മുംതാസ്, ഇത് ലതാ നമ്പ്യാർ, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ. ആക്ച്വലി എന്താ ഉണ്ടായത്? 10 മിനിറ്റിനകം എത്താന്ന് ഇക്ക പറഞ്ഞത്. 1 മണിക്കൂർ കഴിഞ്ഞ് ഇക്കയുടെ കാറുമായി എത്തിയത് വേറൊരാള്. എന്റെ മോളെ കൊണ്ട് അയാള്. അയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇക്ക കാറും കൊടുത്ത് പറഞ്ഞയച്ചതാണെന്ന് ആദ്യം പറഞ്ഞത്. കാറിൽ വെച്ച് അയാള് പറഞ്ഞത് ഇക്കയല്ല വേറൊരാൾ അയാളെ അയച്ചതെന്ന. ഇക്ക എവിടെയെന്ന് ചോദിച്ചപ്പോ പൊട്ടിച്ചിരിക്കുക. കാറിൽ വെച്ച് അയാൾ എന്തൊക്കെയോ തോന്നിവാസങ്ങൾ പറഞ്ഞു അത്രേ മുംതാസിനോട്. കുട്ടിയെ കസ്റ്റഡിയിൽ വെച്ച് മുംതാസിനെ വരുതിയിലാക്കാൻ അങ്ങനെയുള്ള പല വാർത്തകളും കാണാറുണ്ടല്ലോ നമ്മൾ ടിവിയിലും പത്രത്തിലും ഒക്കെ. നോ, കണ്ണിങ്ങായി പ്ലാൻ ചെയ്തിട്ടാണ് അയാൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അയാളുടെ മോട്ടീവ് തീർച്ചയായും മറ്റൊന്നാണ്. അയാൾക്ക് പിറകിൽ മറ്റാരൊക്കെയോ ഉണ്ട്.